ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനസഭയുമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് ജനം ടി വി. ഓരോ ദിവസവും ജനസഭ വലിയ ചർച്ചകളിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. പ്രധാനമായും വികസനം തന്നെയാണ് എല്ലാ ചർച്ചയിലും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വികസനം ചർച്ചയാക്കി കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം ജനസഭ മുന്നേറി. നരേന്ദ്രമോദിയോട് നന്ദി പ്രകടിപ്പിക്കാൻ ജനങ്ങൾ തീരുമാനിച്ചതായും കോഴിക്കോട് താമര വിരിയുമെന്നും NDA പ്രതിനിധി VK സജീവൻ പറഞ്ഞു. അതിനിടയിൽ തമ്മിൽ ഏറ്റുമുട്ടി ഇന്ത്യ മുന്നണിയിലെ ഇടത് വലത് നേതാക്കൾ. മുതലക്കുളം മൈതാനിയിൽ നടന്ന കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം ജനസഭയിൽ വികസനം മുഖ്യ ചർച്ചാ വിഷയമായി. കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പുകളിൽ ജയിച്ച MK രാഘവൻ MP കൊണ്ടുവന്ന വികസന പദ്ധതികൾ വെളിപ്പെടുത്താൻ NDA പ്രതിനിധി VK സജീവൻ വെല്ലുവിളിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ MPയുടെ വായിൽ നിന്ന് തന്നെ കേട്ടത് ഇതൊക്കെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പദ്ധതിയാണ്, പക്ഷെ ഞാനാണ് ഇതൊക്കെ ഇവിടത്തേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ഞാൻ ബഹുമാനനായിട്ടുള്ള വിനോദോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടം നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല. കേരളത്തിലെ എല്ലാ MPമാരും പിന്തുണക്കുന്ന ഒരു സർക്കാരായിരുന്നു. അപ്പോഴും 5 വർഷം ഈ MK രാഘവൻ ഇവിടെ MP ആയിരുന്നു. ഞാൻ ബഹുമാന്യനായിട്ടുള്ള വിനോദിനെ വെല്ലുവിളിക്കുകയാണ്. ഈ റെയിൽവേ വികസനമൊക്കെ MK രാഘവൻ്റെ നേട്ടമാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ആ 10 വർഷത്തിനുള്ളിൽ കൊണ്ടുവന്നിട്ടുള്ള വെറും ഒരു 5000 കോടി ഉറുപ്പ്യൻ്റെ ഒരു പദ്ധതി ഒന്ന് വെളിപ്പെടുത്താൻ ഞാൻ വിനോദിനെ വെളിപ്പെടുത്തും. കേന്ദ്ര പദ്ധതികളിൽ കൂടി കോഴിക്കോടിന് വികസനം സമ്മാനിച്ച നരേന്ദ്രമോദിയോട് നന്ദി പ്രകടിപ്പിക്കാൻ ജനങ്ങൾ തീരുമാനിച്ചതായും കോഴിക്കോട് താമര വിരിയുമെന്നും സജീവൻ പറഞ്ഞു. ഏതാണ്ട് 7 ലക്ഷത്തിലധികം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഗുണഭോക്താക്കളുണ്ട്. 7 ലക്ഷത്തിലധികം. 2 ലക്ഷത്തിലധികം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന ആളുകൾ തന്നെയുണ്ട്. BJP-കാർ മാത്രമല്ല. BJP-കാർ മാത്രമല്ല. ഞാൻ ചോദിക്കുന്നത്, ആ ജനങ്ങൾ നരേന്ദ്രമോദിയോട് നന്ദി പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഇവരെന്താ, അവരെ കൈവെട്ടിക്കളിയോ? അതുകൊണ്ട് തീർച്ചയായിട്ടും ജയിക്കാൻ തന്നെയാണ് NDA മത്സരിക്കുന്നത്. ജയം പ്രതീക്ഷിച്ച് തന്നെയാണ് ഞങ്ങളും പ്രവർത്തിക്കുന്നത്. കാണികളിൽ അത്ഭുതം നിറച്ച് ഇന്ത്യ മുന്നണിയിലെ ഇടതു വലത് നേതാക്കൾ പരസ്പരം കൊമ്പുകോർത്തു. രാഹുൽ ബോണ്ടയുടെ വലുപ്പം നോക്കി നടക്കുകയാണെന്ന് LDF പ്രതിനിധി ബാദുഷ പരിഹസിച്ചപ്പോൾ വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ CPM ഇങ്ങനെ പറയില്ലെന്ന് UDF നേതാവ് വിനോദ് തിരിച്ചടിച്ചു. ബോണ്ടന്റെ വലിപ്പവും പൊറാട്ടന്റെ വലിപ്പം നോക്കി ഇന്ത്യയുടെ തെരുവീതികളിൽ യാത്ര ചെയ്യുന്ന അദ്ദേഹം, ആ യാത്ര ചെയ്തിട്ടുള്ള മനുഷ്യൻ ഈ BJPയെ നേരിടേണ്ടത് ഈ കേരളത്തിലാണോ? അദ്ദേഹം ഇവിടെ വന്ന് മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ അല്പത്തരം, രാഹുൽ ഗാന്ധിയുടെ അല്പത്തരമാണ്. രാഹുൽ ഗാന്ധിയുടെ അല്പത്തരമാണ്. അദ്ദേഹത്തിന്റെ പ്രസിഡന്റും എല്ലാ സെക്രട്ടറിയും സോണിയാഗാന്ധിയും മറ്റേ ഇവരും കൂടി അങ്ങോട്ട് വരേണ്ടതുള്ളായിരുന്നു. വാളയാറിനപ്പുറത്ത് എന്നുള്ള നിലയിൽ ഇരുവള്ളങ്ങളിലാണ് CPM-ന്റെ കാല്. അതേസമയം ജനസഭയ്ക്കിടെ ഉണ്ടായ കയ്യാങ്കളി പോലീസ് ഇടപെട്ട് പരിഹരിച്ചു. വേണ്ട 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 ലൈവ് പ്രോഗ്രാമാണ്. എല്ലാവരും ആര് പറയാം? എല്ലാവർക്കും സംസാരിക്കാം. നിങ്ങൾക്ക് സംസാരിക്കണോ? പറയാനുള്ളത് പറയാം. സംസാരിക്കാൻ തരും. മൈക്ക് തരും. ആർക്ക് വേണമെങ്കിൽ സംസാരിക്കാം. മൈക്ക് തരും. എന്തിനായി ബഹളം വെക്കുന്നേ? നിങ്ങൾ എന്തിനായി പരസ്പരം തമ്മിലടിക്കുന്നത്? ഓരോ മണ്ഡലത്തിന്റെയും യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ചയാക്കി മുന്നേറുന്ന ജനസഭ ഇന്ന് വയനാട് മണ്ഡലത്തിൽ നടക്കും. ജനം, കോഴിക്കോട്.